സുസുക്കിൻ്റെ സ്വിഫ്റ്റിൻ്റെ ടോപ്പ് ആൻഡ് വേരിയൻ്റായ ZXi പ്ലസ് ഓട്ടോമാറ്റിക്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വാക്ക്ഗ്രൗണ്ടാണ് ഇന്നത്തെ വീഡിയോ. ഒരു ഡീറ്റെയിൽ വാക്ക്ഗ്രൗണ്ടായി തരുന്നുള്ള റിവ്യൂ അല്ല. ബിഫോർ സ്റ്റാർട്ടിംഗ് ദിസ് വീഡിയോ ഷോറൂം ഡീറ്റെയിൽസ് ഇപ്പോൾ സൈഡിൽ തന്നെ മെൻഷൻ ചെയ്യാം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇപ്പോൾ നമുക്ക് ഡിസൈൻ്റെ കാര്യം തന്നെ ചെക്കൗട്ട് ചെയ്യാം. ഡിസൈൻ വരുന്ന ഒരു മിനി കൂപ്പർ ഇൻസ്പയർഡ് ഡിസൈനാണ്. മിനി കൂപ്പറിൻ്റെ എക്സാക്ട് കോപ്പി എന്ന് പറയാൻ പറ്റില്ല, എക്സാക്ട് ഡിസൈൻ ഫോർമാറ്റ് എന്നല്ല, ഒരു പഴയ ജനറേഷൻ അല്ലെങ്കിൽ പ്രീവിയസ് ജനറേഷൻ സ്വിഫ്റ്റുമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഒരു ഡിസൈനാണ്. ഫ്രണ്ടിൽ നോക്കിയാൽ നമുക്ക് ഗ്രില്ലിൻ്റെ കാര്യം തന്നെ ചെക്കൗട്ട് ചെയ്യാം. ഒരു ബോക്സി ഷേപ്പ് ഗ്രില്ലാണ് വിത്ത് ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ്സ്. ഗ്ലോസി ബ്ലാക്ക് അല്ല, അത് പിയാനോ ബ്ലാക്ക് എലമെൻ്റ് ആണ് വരുന്നത്. കാണാൻ നല്ല രസമുണ്ട്. അതിൻ്റെ മേളിലായിട്ടാണ് നമുക്ക് സുസുക്കിയുടെ ലോഗോ വരുന്നത്. ലൈറ്റ്സിൻ്റെ കാര്യം പറയാൻ പ്രൊജക്ട് LED ഹെഡ്ലാമ്പ്സ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത് വിത്ത് DRLs. പക്ഷേ ഇൻഡിക്കേറ്റേഴ്സ് ഹാലോജനാണ്. പക്ഷേ LED ഫോഗ് ലാമ്പ്സ് ഓഫർ ചെയ്തിട്ടുണ്ട്. ഓൾ LED സെറ്റപ്പ് അല്ല എക്സെപ്റ്റ് ദ ഇൻഡിക്കേറ്റേഴ്സ്. പക്ഷേ കാണാൻ നല്ല രസമുണ്ട്. ഒരു ക്യൂട്ട് ലുക്കിംഗ് ഹാച്ച് ബാക്കാണ് സുസുക്കി സ്വിഫ്റ്റ്. ഇതിൻ്റെ ഈ പവർ ലൈൻസ് ആണ് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്, ഈ ബോണറ്റിലൂടെ പോകുന്നത്. നല്ല രസമുണ്ട്, കാണാൻ നല്ല ലുക്കും ഉണ്ട്. ഇൻ ദിസ് റെഡ് കളർ. സൈഡ് പ്രൊഫൈലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് വീൽസിൻ്റെ കാര്യം തന്നെ ചെക്കൗട്ട് ചെയ്യാം. 15-inch വീൽസാണ്, ഡുവൽ ടോൺ വീൽസാണ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ട്രമ്മും ആണ് വരുന്നത്. ബ്രേക്സിൻ്റെ കാര്യം ആണെങ്കിൽ വരുന്നത്. ടയറിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ, ടയറിൻ്റെ പ്രൊഫൈൽ പറയുകയാണെങ്കിൽ 285, 65, R15 ആണ് വരുന്നത്. 65 പ്രൊഫൈലാണ്, 185 സെക്ഷൻ ടയേഴ്സാണ് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് അറൗണ്ട് 160 to 180 ആണ്. ബിറ്റ്വീൻ 160 and 180 ആണ് വരുന്നത്. ORMs ആണെങ്കിൽ ബ്ലാക്ക് ഡോട്ട് ട്രീറ്റ്മെൻറ്റിലാണ് വരുന്ന ഓട്ടോ ഫോൾഡിങ് മിറേഴ്സാണ്. ഇൻഡിക്കേറ്റേഴ്സും വരുന്നുണ്ട്. ഗ്ലോസി ബ്ലാക്ക് ട്രീറ്റ്മെൻറ്റിലാണ് റൂഫ് വരുന്നത്. ഡുവൽ ടോൺ കളർ ട്രീറ്റ്മെൻറ്റിലാണ് വരുന്നത്. ലെങ്ത്തിൻ്റെ കാര്യം പറയാൻ അണ്ടർ 4 മീറ്റേഴ്സിൻ്റെ അടുത്താണ് ലെങ്ത്ത് വരുന്നത്. അത്യാവശ്യം വീൽ ബേസ് ഉണ്ട്. അത്യാവശ്യം സ്പേസ് റിയർ പാസഞ്ചർ സീറ്റിൽ ഓഫർ ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. യൂണീക്ക് ഡിസൈൻ ആയതുകൊണ്ട് നല്ല ലുക്കുണ്ട്. എല്ലാവരും അടുത്ത് നോക്കി പോകുന്ന ഒരു ഡിസൈനാണ്. പിന്നെ നമുക്ക് റിക്വസ്റ്റ് സെൻസേഴ്സ് ഈ വാഹനത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിനകത്ത്. ഇപ്പോൾ റൂഫിൻ്റെ കാര്യം പറയാൻ നോർമൽ ആൻറ്റീനയാന്ന് വരുന്ന റൂഫ് റെയിൽസിൻ്റെ ആവശ്യമില്ല. കാരണം ദിസ് ഇസ് ഹാച്ച് ബാക്ക്. അത്യാവശ്യം നല്ല രസമുള്ളൊരു ഡിസൈനാണ്. ഇപ്പോൾ ഈ സൈഡ് പ്രൊഫൈലിൻ്റെ കാര്യം പറയാം. നമുക്കിനി ബാക്ക് പ്രൊഫൈൽ ചെക്കൗട്ട് ചെയ്യാം. കാര്യം പറയുകയാണ്, നല്ല രസമുണ്ട് കമ്പയർഡ് ടു ഓൾഡ് സ്വിഫ്റ്റ്. ദിസ് ഇസ് ഗ്രേറ്റ്. നമുക്കൊരു സ്മോക്ഡ് ടെയിൽ ലാമ്പ്സ് ആണ് ഓഫർ ചെയ്യുന്നത്. LED ടെയിൽ ലാമ്പ്സ് ആണ്. ഐ തിങ്ക് ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലാമ്പും ഹാലോജനാണ്. നോട്ട് എ ഡീൽ ബ്രേക്കർ. കാണാൻ നല്ല രസമുണ്ട്. ഒരു C ഷേപ്പിലാണ് പോയിരിക്കുന്നത്. 4 സെൻസേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരു ക്യാമറയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ബൂട്ടിലായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. മാരുതിയുടെ ലോഗോ വരുന്നുണ്ട്, അല്ലെങ്കിൽ സുസുക്കിയുടെ ലോഗോ വരുന്നുണ്ട്. സ്വിഫ്റ്റിൻ്റെ ബാഡ്ജ് വരുന്നുണ്ട്. സേഫ്റ്റിയുടെ കാര്യം പറഞ്ഞാൽ വൈപ്പേഴ്സ്, ഡിഫോക്കേഴ്സ്, വാഷേഴ്സ്, ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പും വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ക്യാമറയും സെൻസേഴ്സും വരുന്നുണ്ട്. റിഫ്ലക്റ്റേഴ്സും വരുന്നുണ്ട്. കാണാൻ ഒരു നീറ്റ് ഡിസൈനാണ്. കാണാൻ നല്ല രസമുണ്ട്. ലുക്സ് അട്രാക്റ്റീവ്. നമുക്കിനി ബൂട്ട് സ്പേസ് ചെക്കൗട്ട് ചെയ്യാം. ബൂട്ട് സ്പേസ് ആക്സസ് ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് 300 liters ഓഫ് ബൂട്ട് സ്പേസ് ആണ്. 350 liters അടുത്താണ് വരുന്നത്. പാർട്സ് ഷെൽഫും വരുന്നുണ്ട്. നമ്മളുടെ ലാമ്പും വരുന്നുണ്ട്, ഹുക്കും വരുന്നുണ്ട്. പിന്നെ എല്ലാ സ്പെയർ വീൽ ഈ വാഹനത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ബൂട്ടിയുണ്ട്, അത്യാവശ്യം ബൂട്ട് ഏരിയ ഉണ്ട്. അത്യാവശ്യം പ്രാക്ടിക്കലാണ് ഈ വാഹനം. പാർട്സ് ഷെൽഫും വരുന്നുണ്ട്. ബൂട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്വിച്ചാണ് വരുന്നത്. അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉണ്ട് ഈ വാഹനത്ത്. നമുക്കിനി കോപ്പിറ്റ് ചെക്കൗട്ട് ചെയ്യാം. ോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് കീസിൻ്റെ കാര്യം തന്നെ പറയാം. നമ്മളുടെ സ്മാർട്ട് കീസാണ് വരുന്നത്. ലോക്കും അൺലോക്കിൻ്റെ ഫങ്ഷൻസ് ഉണ്ട്. നമുക്കിവിടെ തന്നെ ഞാൻ പറഞ്ഞ ഓട്ടോ ഫോൾഡിങ് മിറേഴ്സ് വരുന്നുണ്ട്. പിന്നെ അല്ലാതെ തന്നെ റിക്വസ്റ്റ് സെൻസേഴ്സും വരുന്നുണ്ട്. നമുക്ക് ഡ്രൈവർ സൈഡിലെ ഡോർ പാനൽസ് ചെക്കൗട്ട് ചെയ്യാം. ഒരു ഹാർഡ് പ്ലാസ്റ്റിക് ട്രീറ്റ്മെൻ്റ് ആണ് വരുന്നത്. ഒരു സിൽവർ ഫിനിഷ് വരുന്നുണ്ട്. ക്രോം ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്. വിൻഡോ കൺട്രോൾസ് വരുന്നുണ്ട്. ORM കൺട്രോൾസും വരുന്നുണ്ട്. പിന്നെ ചെറിയൊരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ഉണ്ട്. ഒരു ഫാബ്രിക് മെറ്റീരിയലാണ്. ഡോർ പോക്കറ്റ്സും വരുന്നുണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ വാഹനത്ത്. റിക്ലൈനും വരുന്നുണ്ട്. ഫ്രണ്ടും ഫോർവേഡും ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാം. 6 way അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്. ഇവിടെ തന്നെ നമ്മുടെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പും ട്രാക്ഷൻ കൺട്രോളിൻ്റെയും ഹെഡ്ലൈറ്റ് ലെവലിൻ്റെയും ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ബട്ടൺസ് വരുന്നുണ്ട്. 2 പെഡൽസ് ഓട്ടോമാറ്റിക് ആയിട്ട് 2 പെഡൽസേ വരുന്നത്. നോർമൽ പെഡൽസ് ആണ്, ഡെഡ് പെഡലും വരുന്നുണ്ട്. നമുക്കിനി കോപ്പിറ്റ് ചെക്കൗട്ട് ചെയ്യാം. തൊട്ട് കയറി നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ബട്ടൺ നോക്കിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ബ്രേക്ക് ഔട്ട് ചെയ്താണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമുക്ക് സ്റ്റിയറിംഗ് വീലിൻ്റെ കാര്യം പറയാം. അതിന് മുമ്പേ നമുക്ക് സീറ്റ് ബാക്കിലോട്ട് സ്റ്റിയറിംഗ് വീലിൻ്റെ കാര്യം പറയാം. ലെതർ ആപ്പ് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത് വിത്ത് ഗ്ലോസി ഇൻസേർട്ട്. പിയാനോ ബ്ലാക്ക് ഇൻസേർട്ട്സ് ആണ് വരുന്നത്. ഇവിടെ തന്നെ മീഡിയ കൺട്രോൾസ് വരുന്നുണ്ട്. ക്രൂസ് കൺട്രോളും വരുന്നുണ്ട്. ഇവിടെ തന്നെ നമുക്ക് അല്ലാതെ മീഡിയ കൺട്രോൾസ് വരുന്നുണ്ട്. നമുക്ക് ഓട്ടോ ചെയ്യുന്ന കുറച്ചിടാം. ഇപ്പോൾ ഓട്ടോമാറ്റിക് ഫങ്ഷൻസ് വരുന്നുണ്ട്. വോയിസ് അസിസ്റ്റ് വരുന്നുണ്ട്. ഇവിടെ തന്നെ വൈപ്പേഴ്സിൻ്റെ ടോഗിൾസ് വരുന്നുണ്ട്. വൈപ്പേഴ്സ് അത്യാവശ്യം സ്പ്രേ ഓഫർ ചെയ്യുന്നുണ്ട്.
ഇവിടെ തന്നെ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ്സിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട്. ഈ കാണുന്നതാണെങ്കിൽ സെമി ഡിജിറ്റൽ സെമി അനലോഗ് മീറ്ററാണ് വരുന്നത്. കാണാൻ നല്ല രസമുണ്ട്. ടു ബി ഹോണസ്റ്റ് ദിസ് ഇസ് റിയലി ഗുഡ്. ഈ ടാക്കോമീറ്റർ ആണ്, സ്പീഡോമീറ്റർ ആണ്, നടുക്കൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. അതിൽ തന്നെ ഫ്യൂൽ എക്കോണമി, ഏത് ഗിയറാണ്, ടയർ പ്രഷറിങ്, ഐ തിങ്ക് ടയർ പ്രഷറിങ് വരുന്നുണ്ട്. പിന്നെ അല്ലാത്ത ഫീച്ചേഴ്സ് തന്നെ എത്ര കിലോമീറ്റേഴ്സ് മൈലേജ് ഓഫർ ചെയ്യുന്നുണ്ട് കാണിക്കുക. അതിൻ്റെ എല്ലാം കൺട്രോൾസ് വരുന്ന ഈ ഒരു സ്വിച്ചിലൂടെയാണ്. AC വെൻസ് വരുന്നുണ്ട്, അത് ക്ലോസ് ചെയ്യാനുള്ളൊരു ഫംഗ്ഷനും ഉണ്ട്. അത്യാവശ്യം NVH ലെവൽ സീംസ് റിയലി ഗുഡ് ഇൻ മൈ ഒപ്പീനിയൻ. ടച്ച് സ്ക്രീനിൻ്റെ കാര്യം പറയാം, 9 ഇഞ്ചിൻ്റെ യൂണിറ്റാണ്. ആൻഡ്രോയിഡോ ആപ്പിൾ കാർപ്ലേ സപ്പോർട്ട് ചെയ്യുന്ന ടച്ച് സ്ക്രീനാണ് വരുന്നത്. സ്ക്രീനിൻ്റെ കാര്യം റെസ്പോൺസ് പറയാൻ നല്ല രസമുണ്ട്. നല്ല ടച്ച് സ്ക്രീൻ റെസ്പോൺസ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മ്യൂസിക് ക്വാളിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്. സ്പീക്കേഴ്സാണ് 6 സ്പീക്കേഴ്സാണ് വരുന്നത്. നമുക്ക് റിവേഴ്സ് ഗിയർ എൻഗേജ് ചെയ്ത് ക്യാമറ ചെക്കൗട്ട് ചെയ്യും. ക്യാമറ അത്യാവശ്യം ക്വാളിറ്റി വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ സിംഗിളേ വരുന്നുള്ളൂ, 360 വ്യൂ അല്ലേ വരുന്നത്. പിന്നെ അല്ല ഹസാർഡ് ലാമ്പിൻ്റെ സ്വിച്ചസ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ACൻ്റെ കൺട്രോൾസ് വരുന്നത്. ടോഗിൾ സ്വിച്ചസ് ആണ് വരുന്നത്. അത് ഓട്ടോമാറ്റിക് AC ആണ് വരുന്നത്. ഐ തിങ്ക് VXI വേരിയൻ്റ് തൊട്ട് ഓട്ടോമാറ്റിക് ACs വരുന്നുണ്ട്. 12 വോൾട്ടിൻ്റെ സോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ അല്ല തന്നെ നോർമൽ USB പോർട്സ് വരുന്നുണ്ട്. വയർലെസ് ചാർജർ ഈ വാനിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് ഈ കാണുന്നതാണെങ്കിൽ 5 സ്പീഡ് AMTയുടെ ഗിയർ നോബ് വരുന്നത്. ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. ഹാൻഡ് ബ്രേക്ക് നോർമലായിരുന്ന 2 ടൈപ്പ് സി ഒരു മൈക്രോ USB പോർട്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ഗ്ലോ ബോക്സ് ആണെങ്കിൽ അത്യാവശ്യം ഡീപ്പാണ് വരുന്നത്. ഡേ നൈറ്റ് IRMs വരുന്നുണ്ട്. റീഡിംഗ് ലാംപ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ സൺവൈസേഴ്സ് വിത്ത് മിറർ ഫോർ പാസഞ്ചർ, നോർമൽ സൺവൈസർ വിത്ത് ടോൾ ഹോൾഡർ ഫോർ ദി ഡ്രൈവർ സൈഡ്, ഗ്രാബ് ഹാൻഡിൽ പാസഞ്ചർ സൈഡിൽ വരുന്നുണ്ട്. ഹാർഡ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണെങ്കിലും ക്വാളിറ്റി സിംസ് ഗുഡ്. സീറ്റ്സ് ആണ് നല്ല ഒരു സീറ്റ്സാണ്, നല്ല സപ്പോർട്ടുള്ള സീറ്റ്സാണ്. ഫാബ്രിക് സീറ്റ്സ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത് ടോപ്പ് ആൻഡ് വേരിയൻറ്റിനകത്ത്. നമുക്ക് റിയർ സീറ്റ്സ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. സീറ്റ്സ് ചെക്കൗട്ട് ചെയ്യുന്ന ഡോർ പാനൽസ് പറയും ഹാർഡ് പ്ലാസ്റ്റിക് ട്രീറ്റ്മെൻ്റ് ആണ്. ക്രോം ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്. വിൻഡോ കൺട്രോൾസ് വരുന്നുണ്ട്. ഇവിടെ സോഫ്റ്റ് ടച്ച് ഒന്നുമില്ല വരുന്നത്. പ്ലാസ്റ്റിക് ഫിനിഷാണ്, ഹാർഡ് പ്ലാസ്റ്റിക് ഫിനിഷാണ് വരുന്നത്. സ്പീക്കറിൻ്റെ പ്ലേസ്മെൻറ്റ് കപ്പ് ഹോൾഡറും വരുന്നത്, ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. ബെഞ്ച് സീറ്റ്സ് ആണ് വരുന്നത്. കംഫോർട്ട് സീംസ് ഗുഡ് ഇൻ മൈ ഒപ്പീനിയൻ. ലെഗ് സ്പേസ് അത്യാവശ്യം ഉണ്ട്. ഞാൻ ഏറ്റവും ബാക്കിലാണ് ഇട്ടേക്കുന്ന സീറ്റ്സ്. ഹെഡ് റൂം ഈസ് റിയലി ഗുഡ്, ഇറ്റ് ഈസ് റിയലി കംഫർട്ടബിൾ. പിന്നെ ഇവിടെ തന്നെ AC വെൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് നല്ല കൂളിംഗ്, ഐ തിങ്ക് നല്ല പവർഫുള്ളാണ്, നല്ലപോലെ കൂൾ ചെയ്യുന്നുണ്ട്. പിന്നെ മാക്സിൻ ഹോൾഡേഴ്സ് പാസഞ്ചർ സൈഡിൽ വരുന്നുള്ളൂ. 3 പോയിൻറ്റഡ് സീറ്റ് ബെൽറ്റ്സും ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, 2 ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും 3 പോയിൻറ്റഡ് സീറ്റ് ബെൽറ്റ്സും വരുന്നുണ്ട്. പിന്നെ ആംറസ്റ്റ് വരുന്നില്ല, ഇറ്റ്സ് നോട്ട് എ ഡീൽ ബ്രേക്കർ. അത്യാവശ്യം നല്ല കംഫർട്ട് ബാക്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എൻജിൻ്റെ കാര്യം തന്നെ ചെക്കൗട്ട് ചെയ്യാം. എൻജിൻ വരുന്ന 1.2 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. Z സീരീസ് എഞ്ചിനാണ്, മീൻസ് Z സീരീസ്. അറൗണ്ട് 80 bhp ആൻഡ് 114 Nm ഓഫ് ടോർക്ക്, അയർ 113 Nm ഓഫ് ടോർക്ക്. എക്സാക്ട് ഡീറ്റെയിൽസ് ഞാൻ സൈഡിൽ തന്നെ മെൻഷൻ ചെയ്യാം. 5 സ്പീഡ് AMTയും 5 സ്പീഡ് മാനുവലും അവൈലബിൾ ആണ് ഈ വാഹനം. പിന്നെ മൈലേജ് കിങ് ആണ്. അറൗണ്ട് 23 km/ലിറ്റർ ഓഫ് മൈലേജ് ഓഫർ ചെയ്തിട്ടുണ്ട് ഈ വാഹനകത്ത്. അതാണ് ഇതിൻ്റെ ഏറ്റവും പോയിൻ്റ് ഓഫ് വ്യൂ. CNGയിലും ഈ വാഹനം അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ കാണുന്ന ടോപ്പ് ആൻഡ് വേരിയൻ്റ് അറൗണ്ട് 10 lakhs അടുത്താണ് കോസ്റ്റ് ചെയ്യുന്നത്. ഓൺ റോഡ് പ്രൈസും എക്സ്ഷോറൂം ഡീറ്റെയിൽസും ഞാനിപ്പോൾ സൈഡിൽ തന്നെ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് മാരുതി സുസുക്കി സ്വിഫ്റ്റിൻ്റെ ടോപ്പ് ആൻഡ് ZXi പ്ലസിൻ്റെ ഒരു ഡീറ്റെയിൽ വോക്ക് അറൗണ്ട്. If you like this video, please like, share and subscribe to my channel. See you in my next video. Have a nice day. Bye bye.